നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണ്ണയം ചർച്ച ചെയ്യാനായി കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലേക്ക്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും നാളെ ഡൽഹിക്ക് പോകും. ആദ്യഘട്ട പട്ടിക അന്തിമമാക്കുന്നതിന് വേണ്ടിയാണ് നേതാക്കൾ ഹൈക്കമാൻഡിനെ കാണുന്നത്. 24 ബ്രേക്കിംഗ്. ശ്രീത് വിവരങ്ങളുമായി ചെയ്യുന്നു. ശ്രീത്ത്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ പുതുയാത്ര സമാപിക്കുമ്പോഴേക്കും ആദ്യഘട്ട പട്ടിക എന്നാണ് പറഞ്ഞത്. പക്ഷേ പട്ടികയിൽ ഏതാണ്ട് ധാരണയൊക്കെ ഉണ്ടായിട്ടുണ്ടാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് തീയതി എപ്പോൾ പ്രഖ്യാപിക്കുമെന്നതിൽ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണോ ആദ്യഘട്ട പട്ടിക പുറത്തേക്ക് വിടാനും ഐഡിയ ഇല്ലാതെ പോകുന്നത്? ശ്രീത്. ഹാഷ്മി, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകുന്നത് കൊണ്ടാണ് സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ഒരു മെല്ലപ്പൊക്കം നടത്തുന്നത്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയാൽ ഉടൻ തന്നെ പ്രചാരണത്തിൽ സജീവമാകണം. വലിയ സാമ്പത്തികമായ ചെലവ് ഉണ്ടാകുന്ന കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് പ്രഖ്യാപനം വരെ കാക്കാം എന്നുള്ളൊരു ധാരണ കോൺഗ്രസ് നേതൃത്വത്തിനകത്ത് രൂപപ്പെട്ടുള്ളത്. ഇതുവരെ ഏതാണ്ട് 60 സീറ്റുകളുടെ കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. ഇന്നലെ സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മസൂദ് മിസ്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം കമ്മിറ്റി ഇവിടെ എത്തി ചർച്ച നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ 60 പേരടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടികയെങ്കിലും പ്രഖ്യാപിക്കണം എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ബാക്കി കാര്യങ്ങൾ കൂടി ആലോചിക്കാനാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നാളെ ഡൽഹിക്ക് പോകുന്നത്. അവിടെ പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രധാന നേതാക്കളെല്ലാം ഡൽഹിയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് സമാന്തരമായിട്ടുള്ള ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ലക്ഷ്യം. എന്നാൽ ഇതിനൊപ്പം തന്നെ UDF സീറ്റ് വിഭജന കാര്യത്തിലും തീരുമാനമെത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് ജോസഫ് ബാബുമായുള്ള കാര്യത്തിലാണ് ഒരു തീർപ്പുണ്ടാകേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.